എങ്ങനെയുണ്ട് നമ്മുടെ നഴ്സറി? ഇങ്ങനെ ഒരു മീഡിയം ലെവലില് കുടുംബത്തിലെ വീട്ടിൽ വെച്ചിട്ടുള്ളതല്ലേ? മാഷാഅല്ലാഹ് ഒരുപാട് വെറൈറ്റികള്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരു നഴ്സറി എന്നുള്ള നിലക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ വെറൈറ്റികൾ? സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ളത് വിയറ്റ്നാം പ്ലാവ്. തൈ കൊണ്ടുപോയാൽ പിറ്റത്തെ വർഷം തന്നെ കായ്ക്കുന്നു. ഇപ്പൊ തന്നെ ചെറിയ തൈയുടെ മേലൊക്കെ ചക്ക മാഷാഅല്ലാഹ് ഒരു 3-4 വലുത് നിൽക്കുന്നുണ്ട്. അപ്പുറത്തുണ്ട് J33. പിന്നെ സീറ്റമ്പാഴുണ്ട്, കായ പിടിച്ച് നിൽക്കുന്നത്. എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏത് തൈകൾ വേണമെങ്കിലും എല്ലാം ഉണ്ട്. റംബുട്ടാന്, കുരുമുളക്, പ്ലാവ്, ചാമ്പക്ക, സപ്പോട്ട, പിന്നെ നാരങ്ങ. ഇതെന്താ നാരങ്ങ? അത് ബുഷ് ഓറഞ്ച് അല്ലേ? ഇത് പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നാൽ പെട്ടെന്ന് അടിച്ചിട്ട് നമ്മുടെ ലൈം അടിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഒരുപാട് വെറൈറ്റീസുകൾ ഇവിടെ ഉണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ റേറ്റുകള് വളരെ കുറവാണ്, തുച്ഛമായ റേറ്റ് ആണ് അല്ലെ? ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമ്മളോട് ഒരാൾ പറഞ്ഞാട്ടോ, സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയി മേടിക്കുമ്പോ നമുക്ക് അതിന്റെ ഒക്കെ റെന്റും കാര്യങ്ങളൊക്കെ ആകുമ്പോ അത്യാവശ്യം പ്രൈസ് വരും. അപ്പൊ ഇത് മൂപ്പര് വീട്ടിലായതുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ആലങ്കോട് മാമാണിപ്പടിക്കുന്ന് ചങ്ങരോളത്ത് വരുമ്പോ മാമാണിപ്പടി സെന്ററിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാലാണ് ആ റോഡ് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോ ഒരുപാട് വെറൈറ്റീസുകൾ ഉണ്ട്. എന്തൊക്കെയാണ് വെറൈറ്റീസുകൾ? തെങ്ങുണ്ട് അല്ലേ? തെങ്ങും തൈ തൈകളുണ്ട്. ഇതൊക്കെ എത്ര കൊല്ലം കൂടുമ്പോ കഴിക്കുന്നത്? ഇതൊക്കെ 3-ാം വർഷം. 3 വർഷം വേണ്ട, കാരണം അത്യാവശ്യം വലുപ്പമായിരിക്കും. മാവും തൈകള്. ഇതൊക്കെ എന്ത് മാവാണ് ഇതൊക്കെ? ഇത് കാട്ടിമൂണുണ്ട്, കാലാപ്പാടി ഉണ്ട്, കുളമ്പുണ്ട്, നാംഡോക്മൈ, ഒരുപാട് പേരുകളുള്ള പിന്നെ വെറൈറ്റീസ് പൂവിട്ടല്ലേ? മാഷാഅല്ലാഹ് ചെറിയ തൈയുടെ മുകളിലാണ് പൂവിട്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള തൈകളൊക്കെ ഉണ്ട്, ഒരുപാട് തൈകളുണ്ട് അല്ലേ? ഇതെന്താ പറയുക? ഇത് റെഡ് ചോന്ന ചക്ക. ഒരു വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി. മധുരമൊക്കെ നല്ല മധുരമാണ്, സൂപ്പറാണ്. ശരിയാണ്. പേരക്ക, പിങ്ക് തായ് പേര, അതാ നല്ലൊരു വെറൈറ്റി പേരക്കയാണ് അല്ലേ? പിന്നെ മറ്റേത് എന്താണ്, വെരിക്കേറ്റഡ്. ഇതേപോലെ തന്നെ അത് പേരക്കന്നെ. അത് പേരന്നെ. ചെറിയ തൈയുടെ പേരക്ക ഉണ്ടായി നിൽക്കുന്നു. ശരി. പിന്നെ കുരുമുളക്, കുറ്റിക്കുരുമുളക്. അതിന്റെ മുകളിൽ തന്നെ അത്യാവശ്യം കായകൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. ബക്കറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ബക്കറ്റ് സെറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് നിലത്ത് നിന്നിട്ട് തന്നെ പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുരുമുളകുകളാണിത്. ഒരു 6 മാസം കുരുമുളക് പിടിച്ചതിനുണ്ട് തൈയിലൊക്കെ. ശരി. അപ്പൊ ഇതെന്താണ് ഇപ്പത്തെ? ഇത് ജബോട്ടിക്ക, മരമുന്തിരി പറയും. മരമുന്തിരി, മരമുന്തിരി. പിന്നെ ലോങ് എന്താണ്? ലോങ് ഇത് ലിച്ചിയുടെ വേറെ ടൈപ്പ്. ലിച്ചി ഫ്രൂട്ട്സിന്റെ വേറെ ഒരു ഫ്രൂട്ട്സ് അല്ലേ? ശരിയാ. കുരുമുളക് ഇതാ ചെറിയൊരു ചട്ടിയിൽ തന്നെ കാണാം. കുരുമുളകുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ പ്ലാവ് ഏതാണ്? വിയറ്റ്നാം. ഇത് നല്ല ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ, വലിയ ചക്കകൾ. മാഷാഅല്ലാഹ് 1 ഇയറില് 2 സീസണില് ചക്ക ഉണ്ടാവും എന്നാ പറഞ്ഞത്. അപ്പൊ അത്തരം വെറൈറ്റികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികള് നമ്മുടെ പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം നല്ല നല്ല വെറൈറ്റി ചെടികളാണ്. പുതിയ ട്രെൻഡാണിത്. ട്രെൻഡ് കലാത്തിയ എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് ആണ് ഇതൊക്കെ. അഗ്ലോണിമിയ. കലാത്തിയിൽ തന്നെ കളർ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, വന്നിട്ട് നല്ല രീതിയിലുള്ള പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. വീട്ടിലായതുകൊണ്ട് റെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കുരുമുളക് ഉണ്ടാവും, ഒരുപാട് കുരുമുളകിന്റെ തൈകളാണിത്, ചെറിയ ചെറിയ തൈകൾ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം കുരുമുളക് ഇതിന്റെ പോലെ തന്നെ ഉണ്ട്. ചെറിയ ചെറിയ കുരുമുളകുകൾ ഉണ്ടാ, അത്ര ചെറിയ വിത്തുകളാണ്. ഇത് J33 പ്ലാവ്. അതിന്റെ പ്രത്യേകത നോക്കിട്ടാ, ഇതിന്റെ ചക്ക ഒന്നുകൂടിയും മാഷാഅല്ലാഹ് ചെറിയ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. ഇത്
വിയറ്റ്നാം അല്ല, ഇത് J33. ഇതിന്റെ ചക്കൊക്കെ കുറച്ച് വലിപ്പം കൂടും. ചെറിയ മരമാണിത്. ആ മരത്തിന്റെ മുകളിലാണ് ഇപ്പൊ ഇത്ര വലിയ ചക്ക ഉണ്ടായിട്ടുള്ളത്. മാഷാഅല്ലാ. പിന്നെ ഇതിന്റെ നല്ല മധുരം, നല്ല ഒരു പ്രത്യേക കളറുമാണ് ചുളക്ക്. ശരി. അപ്പോ തീർച്ചയായിട്ടും ആലങ്കോട് മാമാണിപ്പടിക്കാണ് അമാന ഗാർഡൻ എന്നാണ് ഈ ഗാർഡന്റെ പേര്. അപ്പോൾ എല്ലാവരും വരിക, ട്രൈ ചെയ്യുക, നിങ്ങൾ എല്ലാവരും മേടിക്കുക. അപ്പോൾ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിന്നെ വീട് നല്ല മനോഹരമായിട്ടുള്ള ചെടികളും ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് നല്ല നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. ചെടിച്ചട്ടികൾ, പോട്ട് അല്ലേ, പ്ലാസ്റ്റിക് പോട്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലിക്ക വീട്ടിൽ ഡെലിവറി ചെയ്യും. ഇല്ലെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. തെങ്ങിൻ തൈ, കളർ ചെടികൾ, ഫ്ലവർ ചെടികൾ എല്ലാം ഉണ്ട്. ആവശ്യപ്രകാരം കോൺടാക്ട് ചെയ്യുക, വരിക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെറുപ്പം മുതലേ പിന്നെ എന്താ പറയാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ പെട്ടുന്ന ഒരാളാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മോമാലിക്കയുടെ ഒരു സംരംഭമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ആലങ്കോട് മാമാണിപ്പടിയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ, ചങ്ങരോളം പാതിൽ വരുമ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ അമാന ഗാർഡന്റെ ബോർഡ് അവിടെ ഉണ്ട്. നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക, നിങ്ങൾ മേടിക്കുക. അപ്പോൾ ചെറിയൊരു സംരംഭമാണ് മൂപ്പരെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക.